നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇത്രയും ദിവസം ചൂട് പിടിച്ചു നടന്ന പ്രചാരണങ്ങൾക്കൊടുവിൽ ഇന്ന് കേരളം വിധിയെഴുതുകയാണ്. സംസ്ഥാനത്ത് 7 മണി മുതൽ തന്നെ പോളിംഗ് തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ് സമയം പറഞ്ഞിരിക്കുന്നത്. പോളിംഗ് തുടങ്ങിയതും പലയിടത്തും അല്ലറച്ചില്ലറ പ്രശ്നങ്ങളും ഉടലെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. മട്ടന്നൂര്, മാലൂരിൽ CPM-കാർ BJP-യുടെ ബൂത്ത് ഏജന്റിനെ കല്ലെറിഞ്ഞതായിട്ടൊരു പരാതി ഉയരുന്നുണ്ട്. കല്ലറിൽ ബൂത്ത് ഏജന്റിന്റെ തല പൊട്ടിയെന്നും ബൂത്ത് ഏജന്റ് മനോളി ഷൈജുവിനാണ് പരിക്കേറ്റതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പോളിംഗ് കേന്ദ്രത്തിൽ അപേക്ഷ നൽകി മടങ്ങുന്നതിനിടെയായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെ പോളിംഗ് തുടങ്ങി 7 മണി മുതൽ തന്നെ ചെറുതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏതായാലും കൃത്യമായി എല്ലായിടത്തും വളരെ സുരക്ഷാ സംവിധാനം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ താരങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുന്നത് എല്ലാ തവണയും നമുക്കറിയാം, ഒരു മാധ്യമ ശ്രദ്ധ നേടാറുണ്ട്. മുടവൻ മുകളിലെ സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ. അതിരാവിലെ തന്നെ താരം ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശബരിനാഥിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിധിയെഴുത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഏതായാലും കേരളം. ഇന്ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 53,984 സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ 2,71,96,936 സമ്മതിദായകരാണ് കേരളത്തിലുള്ളത്. 140 മണ്ഡലങ്ങളിലായി 30,495 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ്. കേരളത്തിന് കഴിവും കരുത്തുമുണ്ടെന്നും ഇവ രണ്ടിനെയും പ്രയോജനപ്പെടുത്താൻ കാഴ്ചപ്പാടുള്ള ഒരു സർക്കാരാണ് കേരളത്തിന് വേണ്ടതെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നാളെ അങ്ങനെ ഒരു കേരളത്തിനായി വോട്ട് ചെയ്യണമെന്നും രാഹുൽ ഗാന്ധി എക്സിലൂടെ അഭ്യർത്ഥിച്ചു. തൊഴിലും അന്തസ്സും അവസരങ്ങളുമുള്ള ഒരു ഭാവിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് രാഹുൽ ആവശ്യപ്പെട്ടത്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ഏകദേശം 1,39,21,868 സ്ത്രീ വോട്ടർമാരും 1,32,20,811 പുരുഷന്മാരും 273 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്ന വിപുലമായ വോട്ടർ പട്ടികയാണ് ഇക്കുറി വിധിയെഴുതുന്നത്. ഇതിനു പുറമെ 53,984 സർവീസ് വോട്ടർമാരും ജനവിധിയുടെ ഭാഗമാകും. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണി വരെ നീണ്ടു നിൽക്കും. മോക്ക് പോളിംഗ് കഴിഞ്ഞു. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലായി ആകെ 883 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വോട്ട് ചെയ്യാൻ എത്തുന്നവരിൽ 4,66,408 പേർ 18-19 വയസ്സിനിടയിലുള്ള കന്നി വോട്ടർമാരാണ് എന്നത് ഇക്കുറി തെരഞ്ഞെടുപ്പിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള നിർണായക ഘടകമാണ്. യുവ വോട്ടർമാരുടെ ഈ വലിയ പങ്കാളിത്തം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. പ്രവാസി വോട്ടർമാരായി ഇത്തവണ 2,42,093 പേരുണ്ട്. ഇതിൽ നല്ലൊരു ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്താനായി മാത്രം വിദേശങ്ങളിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട് എന്നത് പോരാട്ടത്തിന്റെ വീറും വാശിയും വ്യക്തമാക്കുന്നു. സജ്ജീകരണങ്ങളുടെ കാര്യത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. 24 ഓക്സിലറി ബൂത്തുകൾ അടക്കം സംസ്ഥാനത്താകെ 30,495 പോളിംഗ് ബൂത്തുകളാണ് വോട്ടർമാരെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. 1,46,000 ഉദ്യോഗസ്ഥരാണ് പോളിംഗ് നടപടികൾ നിയന്ത്രിക്കുന്നത്. കഠിനമായ ചൂട് പരിഗണിച്ച് വോട്ടർമാർക്കായി ബൂത്തുകളിൽ കുടിവെള്ളം, വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങൾ എന്നിവയും പ്രത്യേകം തണൽ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉത്സവത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് പലയിടങ്ങളിലും ബൂത്തുകൾ അലങ്കരിച്ചിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറായിട്ടില്ല. 160 കമ്പനി കേന്ദ്ര സേനാംഗങ്ങൾ അടക്കം 76,000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സംസ്ഥാനത്തുടനീളം വിന്യസിച്ചിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ നേരിട്ടുള്ള കാവലിന് പുറമെ വെബ്കാസ്റ്റിംഗ് വഴിയുള്ള തത്സമയ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമാധാനപരമായ പോളിംഗ് ഉറപ്പാക്കാൻ റൂട്ട് ഓഫീസർമാരുടെയും സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെയും നേതൃത്വത്തിൽ കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. 85 വയസ്സിന് മുകളിലുള്ള വോട്ടർമാരുടെയും ഭിന്നശേഷിക്കാരുടെയും വോട്ടുകൾ മുൻകൂട്ടി രേഖപ്പെടുത്തുന്ന പ്രക്രിയ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്.
2,07,000 മുതിർന്ന വോട്ടർമാരിൽ 98% പേര് വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറും വ്യക്തമാക്കി. ജനാധിപത്യ പ്രക്രിയയിൽ ആരും വിട്ടുപോകരുതെന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഈ നീക്കം വലിയ വിജയമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിന് പുറമെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള 11 തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാമെന്നും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അതിജീവനത്തിന്റെയും അപ്രമാദിത്വത്തിന്റെയും പോരാട്ടമാണ്. 100-ലേറെ സീറ്റുകൾ നേടി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് UDF നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം. ഭരണവിരുദ്ധ വികാരം, അഴിമതി ആരോപണങ്ങളും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. എന്നാൽ സർക്കാരിന്റെ വികസന പദ്ധതികൾക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ നൽകുന്ന അംഗീകാരം 3ാം തവണയും അധികാരം നിലനിർത്താൻ സഹായിക്കുമെന്നും LDF ഉറച്ചു വിശ്വസിക്കുന്നു. അതേസമയം കേരളത്തിൽ നിർണായക ശക്തിയായി മാറുമെന്ന അവകാശവാദവുമായാണ് NDA മത്സര രംഗത്തുള്ളത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയം നേടാനാകുമെന്നും വോട്ട് വിഹിതത്തിൽ വലിയ വർധനവുണ്ടാകുമെന്നും BJP നേതൃത്വം പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ രാവിലെ തന്നെ അതത് മണ്ഡലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തു. പ്രമുഖരുടെ സാന്നിധ്യം വോട്ടർമാരുടെ ആവേശം വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഇന്നലെ നടന്ന നിശബ്ദ പ്രചാരണ ദിനത്തിലും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും കുടുംബയോഗങ്ങൾ വഴിയും വോട്ട് ഉറപ്പിക്കാനാണ് സ്ഥാനാർത്ഥികൾ ശ്രമിച്ചത്. 25 ദിവസം നീണ്ടുനിന്ന തീപാറുന്ന പരസ്യ പ്രചാരണത്തിന് ശേഷമുള്ള ഈ ശാന്തതയ്ക്ക് മുന്നിൽ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവിൽ ബൂത്ത് തലം തൊട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുന്നണികൾ പ്രത്യേക സംവിധാനങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്നലെ സംസ്ഥാനത്തെ 43 കേന്ദ്രങ്ങളിലായി സുഗമമായി പൂർത്തിയാക്കി. വോട്ടിംഗ് യന്ത്രങ്ങളും മറ്റ് ആവശ്യരേഖകളും കൃത്യസമയത്ത് തന്നെ ബൂത്തുകളിൽ എത്തിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു. വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രങ്ങളിൽ തന്നെയാകും സാമഗ്രികൾ തിരിച്ചേൽപ്പിക്കുക. വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ സുരക്ഷയ്ക്കായി പോലീസും റൂട്ട് ഓഫീസർമാരും പ്രത്യേക വാഹനങ്ങളിൽ ഇവരെ അനുഗമിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇക്കുറി വോട്ടിംഗ് ശതമാനം നിർണായകമാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ റെക്കോർഡ് പോളിംഗ് ഇത്തവണയും ആവർത്തിക്കപ്പെടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്ത്രീകൾക്കും യുവാക്കൾക്കും പുറമെ പ്രവാസികളുടെ വലിയ തോതിലുള്ള വരവും പോളിംഗ് ശതമാനം ഉയർത്താൻ കാരണമാകും. ഉയർന്ന പോളിംഗ് ആരെ തുണയ്ക്കുമെന്ന കാര്യത്തിൽ മുന്നണികൾക്കിടയിലും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണുള്ളത്. രാഷ്ട്രീയ വിവാദങ്ങളും വ്യക്തിപരമായ ആരോപണങ്ങളും ഒരേപോലെ നിറഞ്ഞാടിയ പ്രചാരണ കാലത്തിനൊടുവിൽ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്നത് നിഗൂഢമായി തുടരുന്നു. മദ്യവും പണവും വിതരണം ചെയ്തെന്ന ആരോപണങ്ങൾ ചിലയിടങ്ങളിൽ നിന്നെങ്കിലും ഉയർന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും ജാഗ്രതയോടെ ഇടപെടൽ വഴി ഇത്തരം നീക്കങ്ങളെ തടയാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. വോട്ടർമാരുടെ സ്വതന്ത്രമായ വിധി നിർണയത്തിന് കളമൊരുക്കാൻ എല്ലാ സംവിധാനങ്ങളും സജ്ജമാണ്. ഏതായാലും ഇന്ന് പെട്ടിയിലാകുന്ന വിധി എന്താണെന്ന് അറിയാൻ ഇനി മെയ് 4 വരെ കാത്തിരിക്കണം.